ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹം തുടങ്ങുന്നത് ബെഡ്റൂമിനകത്ത് തന്നെയാണ്. ബെഡ്റൂമിനുള്ളിൽ തന്നെയാണ് കലഹം തുടങ്ങുന്നത്. അതെപ്പോൾ തൊട്ട് തുടങ്ങുമെന്ന് നിങ്ങൾക്കറിയാമോ? രണ്ടുപേരുടെ പക്ഷത്ത് നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ കള്ളം കണ്ടുപിടിച്ച് കഴിയും. ഒന്നുകിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ. കള്ളം എന്ന് പറയുമ്പോൾ ഒരു വിവാഹ സമയത്ത് എന്തെങ്കിലും പറഞ്ഞതിൽ ഒരു ചേർച്ചയില്ലായ്മ ഉള്ളത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ, പറഞ്ഞ വസ്തുതകൾ എന്തെങ്കിലും സത്യമല്ലാതെ വരുമ്പോൾ, നമ്മുടെ ദൃഷ്ടിയിൽ അത് വരുമ്പോൾ അവിടം തൊട്ട് തുടങ്ങുന്നു നമ്മുടെ സംസാരം. ഒന്നും രണ്ടും പന്നി തുടങ്ങും അല്ലേ? സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർക്കാം. ഞാനൊരു വീഡിയോ ഇടും, ഉടനെ തന്നെ ഇടും, ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അത് അപ്പോൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഭർത്താവ് സമ്മതിച്ചു തരാൻ തയ്യാറല്ലായിരിക്കാം. ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിച്ചു തരാൻ തയ്യാറല്ലായിരിക്കാം. പക്ഷേ ഭാര്യയുടെ വീട്ടുകാർ ഭാര്യയ്ക്ക് സമ്മതിച്ചു കൊടുക്കണം. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചു കൊടുക്കണം. ഭർത്താവിൻ്റെ വീട്ടുകാർ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്ത് കള്ളത്തരമുണ്ടെങ്കിലും ചോദ്യം ചെയ്യാൻ പാടില്ല. അത് അവരുടെ അവകാശമാണ് എന്നാണ് പറയുന്നത്. ഇനി കലഹം മൂത്തോ, മോശമായ സംസാര ശൈലികളിലൂടെ പോകുന്നു. മിക്കവാറും ആണുങ്ങൾ തന്നെയാണ് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. കുടുംബക്കാരെ വിളിച്ചു തുടങ്ങും. ഭാര്യയുടെ അച്ഛനുണ്ടെങ്കിൽ അച്ഛനില്ലാത്ത വീട്ടിലാണെങ്കിൽ അമ്മയുടെ കൂടെ പറപ്പുകളുണ്ടെങ്കിൽ അവരെ ഒക്കെ ചീത്ത വിളിയും മോശമായിട്ടുള്ള രീതിയിൽ പറയും. ഇത് തിരിച്ചു പറയാൻ പാടില്ല. അത് ഭർത്താവിൻ്റെ അവകാശം എന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വാദം. ഭാര്യ പെൺകുട്ടിയെ ഉപദ്രവിക്കാം, എല്ലാം ചെയ്യാം. പറയുന്നത് ഭർത്താവിൻ്റെ അവകാശമാണ് അതെന്ന്. പഞ്ചപുച്ഛമടക്കി അനുഭവിച്ച് കേട്ടുകൊണ്ട് ജീവിക്കുക. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിലാവും. കുറേ ഭർത്താക്കന്മാരുടെ വീട്ടിലുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണിത്. ഇപ്പോഴുമുണ്ട്. അത് പിന്തുടരുന്ന കുറേ ആൾക്കാർ. അങ്ങനെയാണ് ഈ മരണങ്ങൾ അത്രയും സംഭവിക്കുന്നത്. എല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അവകാശപ്പെടുന്നു. ഭർത്താവിനെ തല്ലാനും കൊല്ലാനും ചീത്ത പറയാനും ഒക്കെ അവകാശമുണ്ട്. ചോദ്യം ചെയ്യാനും സംശയിക്കാനും ഒക്കെ അവകാശമുണ്ട്. ഭർത്താവിൻ്റെ നീ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ അവൻ്റെ അച്ഛനമ്മമാർ. കേട്ടല്ലോ? സഹോദരിയും ഒക്കെ കാണും.